ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു ആ, ആ, മൊത്തത്തിലുള്ള ഒരു കണ്ടീഷൻ വീണ്ടും സൈഡ് വേസ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ഓൺ എ ബെയറിഷ് ടച്ച് എന്നുള്ളൊരു ഫോർമാറ്റിൽ തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റിൽ നിൽക്കുക. അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സോണിലേക്ക് പലപ്പോഴും പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് മേളിലേക്ക് അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഒരു മിനിറ്റ്, നമുക്ക് ചാർട്ടിലേക്ക് കടന്നിട്ട് തന്നെ നമുക്കതിൻ്റെ ഓക്കെ, ഇത് നമ്മുടെ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം മാർക്കറ്റ് ഒരു അപ്സൈഡ് ഒരു ട്രെൻഡ്. ഓക്കെ, പക്ഷേ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ഫ്രം ഒരു 1.5 മാസമായിട്ട് മാർക്കറ്റ് ഒരു ഏരിയയിൽ സ്റ്റക്കാണ്. ഓൾമോസ്റ്റ് 23,800 എന്ന് പറയുന്നില്ല, 24,000 ടു ഒരു 24,240 റേഞ്ചിനുള്ളിൽ സ്റ്റക്കാണ്. കുറച്ചുകൂടെ വൈഡർ റേഞ്ചിലാണെങ്കിൽ 23,800 ടു 23,440 എന്നിങ്ങനെ ഒരു ലെവലിൽ ഇത് സ്റ്റക്കാണ്. അതിനേക്കാളും താഴെയാണ് 240 ലെവലിൽ സ്ഥിരമായിട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. സോ ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു നല്ലൊരു മൊമെൻറ്റം ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ്ലി മാർക്കറ്റ് സ്റ്റക്കാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് വീണ്ടും HDFC ബാങ്കിൻ്റെ റിസൾട്ടിൻ്റെ ഒരു ബാഡ് ഇമ്പാക്റ്റ് കാരണം മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് താഴെയാണ്. അപ്പോൾ 23,240 എന്ന് പറഞ്ഞ അതേ റെസിസ്റ്റൻസിൽ വീണ്ടും അത് നിൽക്കുന്ന സമയത്ത് വീണ്ടും മാർക്കറ്റിനെ പുഷ് ചെയ്ത് താഴെയാണ് ഓപ്പൺ ചെയ്യിക്കുന്നത്. സോ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക ഈ ഒരു ലൈനിലായിരിക്കും. ഓക്കെ, ഞാനൊന്ന് ടൈം ഫ്രെയിം ഒന്ന് മാറ്റുവാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് 24,100 റേഞ്ചിലാണ്. സോ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. 24. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. സോ ഇവിടുത്തെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 24,080 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 24,000 ഈ ഒരു തൊട്ടടുത്തുള്ള ഏരിയ ഉണ്ട്, അതായത് 24,100ൻ്റെ തൊട്ടടുത്താണ് ഇത് ഓപ്പൺ ചെയ്യുക. 24,100 ഇറ്റ് സെൽഫ് ഈസ് സപ്പോർട്ട് അപ് ടു 24,080 റേഞ്ചിൽ ഇവിടെ എപ്പോഴും സ്ഥിരമായിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. സോ ഇതെങ്ങാനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,000 വിൽ ബി ദി ഫസ്റ്റ് ടാർജറ്റ്, 23,880 വിൽ ബി ദി നെക്സ്റ്റ് ടാർജറ്റ്, 920 ഒക്കെയാണ് അടുത്തൊരു ടാർജറ്റ് എന്ന് പറയുക. വീണ്ടും അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ 23,800 റേഞ്ചിലേക്കാണ് മാർക്കറ്റ് പോവുക. അത് മൂവ് ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ചിട്ട് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻ കേസ് ഇത് തിരിച്ച് വന്ന് മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വിൽ ബി അറൗണ്ട് ഈ ഒരു ഏരിയ ഞാനിപ്പോൾ വരച്ചു കഴിഞ്ഞാൽ 23,140 എന്ന് ഉള്ള ഒരു ഏരിയ. ഈ 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ലോലി 180, 240 എന്നിങ്ങനെ രണ്ട് ലെവൽസിലേക്ക് വരും. അപ്പോൾ ഈ 140 to 240 അവിടെ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ഈ ഒരു മൊമെൻ്റ് വരെയാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുക. അതിനുശേഷം മാർക്കറ്റിൽ ഹൈ ബയർ റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. ഇന്ന് മാർക്കറ്റ് കണ്ടിട്ട് ബയർ റേഷ്യോ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. സോ ഇൻ കേസ് കയറുവാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ടായിരിക്കും മാർക്കറ്റ് നിൽക്കുക. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടെയാണ്, അപ്പോൾ ശ്രദ്ധിക്കുക. ഇതിന് മേളിൽ ഈ ഒരു ഏരിയയ്ക്ക് മേളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് 23,350 റേഞ്ചിലേക്ക് മാർക്കറ്റിന് മൂവ് ചെയ്യിക്കും. ഫൈനലി 23,440 എന്നിങ്ങനെ 3 റേഞ്ചസ് ആണ് പോകാൻ സാധ്യത. സോ താഴേക്കാണെന്നുണ്ടെങ്കിൽ 24,100 ഓപ്പൺ ചെയ്യുന്നു, 24,000, 23,920, 23,800 റേഞ്ചാണ് താഴേക്കെങ്കിൽ. മേളിലേക്ക് 100ൽ നിന്ന് 180 to 240 വരെ ഉള്ള ആദ്യത്തെ ലെവല് 240 വരെ, 240ക്ക് ശേഷം 350, 440. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് സൈഡ് വൈസ് ഈ ഒരു ഫസ്റ്റ് ഹാഫിലേക്ക് പോയിട്ട് 24,000 to 24,100 റേഞ്ചിൽ ഓർ 240ക്ക് ഉള്ളിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഇന്ന് ഒരു തീരുമാനം എടുക്കാനായിരിക്കും സാധ്യത. അതിനാണ് ഏറ്റവും പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് ടച്ച് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, മാർക്കറ്റ് സൈഡ് വൈസ് എങ്കിലും ഇന്ന് പോയി നിൽക്കാനുള്ള സാധ്യതയാണ് മാർക്കറ്റിൽ കാണുന്നത്. മൺഡേ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റോക്സ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിരുന്നു. എന്നാൽ
സ്റ്റോക്സ് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഗ്യാപ്പ് ഡൗണിലാണ് ഇതുവരെ എൻട്രി. അതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല പേഴ്സണലി. മൺഡേ നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ച് 13 ആണ്. അപ്പോൾ ബാച്ച് 13ൻ്റെ സ്റ്റുഡൻസിനുൾപ്പെടെ മൺഡേ നമുക്ക് അനാലിസിസ് ചെയ്തിട്ട് എൻട്രി എടുക്കുന്നതിനെക്കുറിച്ച് ആയിരുന്നു അവിടെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മാർക്കറ്റ് നെഗറ്റീവ് ആയത് കാരണം, അതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് സാധ്യതയുള്ളത് കാരണം പുതിയ പൊസിഷൻസ് ഒന്നും എടുത്തില്ല. ബാച്ച് 13 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് അവരുടെ ക്ലാസ്സസ് കംപ്ലീറ്റ് ആയി. അടുത്ത ബാച്ചസ് ഈ അടുത്തൊന്നുമില്ല, ഒരു 2 മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എന്നെ പേഴ്സണലി ടെക്സ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അടുത്ത മാർക്കറ്റ് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്ത വീണ്ടും താഴെ ആയത് കാരണം 24,240 മേളിൽ നിന്നാൽ മാത്രമേ പുതിയൊരു സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്ന വാച്ച് ലിസ്റ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മാർക്കറ്റ് എപ്പോഴാണോ 24,240 മേളിൽ വരുന്നത്, ഇല്ലെങ്കിൽ ആ സ്റ്റോക്കിനുള്ളിൽ ഒരു 3% പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ആ സ്റ്റോക്കിന് നിങ്ങൾക്ക് എൻട്രിയെക്കുറിച്ച് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനനുസരിച്ചിട്ടായിരിക്കും മാർക്കറ്റിൽ ഇനിയുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ നല്ലൊരു ദിവസം നിങ്ങൾക്ക് കിട്ടട്ടെ. എക്സ്പയറി ആണ്, ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.